വയറ് നിറയെ വിഭവങ്ങളുണ്ടിട്ടും മനസ്സിലൊരു ശൂന്യത കയറി ഞങ്ങൾ പീറ്റർ കാറ്റിൽ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തിറങ്ങി. എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ ഒരു നിശ്ചയമില്ലാത്ത ആ നിമിഷം ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ അലട്ടുന്ന ഒരു ചോദ്യം പോലെ, ഒരു ശൂന്യത പോലെ അതവിടെ നിന്നു. എന്തായാലും നടന്നുകൊണ്ട് ചിന്തിക്കാമെന്ന് പിന്നെ തീരുമാനിച്ചു. അതാവുമ്പോൾ ദഹനവും കൂടെ നടക്കുമല്ലോ. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതേപോലത്തെ ഒരവസ്ഥയായിരുന്നു. ജീവിതത്തിൻ്റെ മുന്നിൽ എന്ത് വഴി എന്നറിയാതെ പകച്ചു നിന്ന അതേ അവസ്ഥ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിട്ടും എവിടെ തുടങ്ങണമെന്നോ എങ്ങോട്ട് എന്നില്ലാത്തൊരു തുഴയില്ലാത്തൊരു തോണി പോലത്തെ ഒരവസ്ഥ. ഈ സമയത്തായിരുന്നു ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു കോൾ വന്നത്. കരിയർ ഗൈഡൻസ് ഉണ്ട്, വേഗം വരാൻ വേണ്ടി. അങ്ങനെ കരിയർ ഗൈഡൻസിന് പോയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഫീൽഡ് എൻട്രൻസ് ആണെന്ന് മനസ്സിലായി. IIT-യിലോട്ടുള്ള എൻജിനീയറിംഗ്. അങ്ങനെ ഇടം വലം നോക്കാതെ അത് സെലക്ട് ചെയ്തു. ജോയിൻ ചെയ്ത സമയത്താണ് മനസ്സിലായത് ഈ കരിയർ ഗൈഡൻസ് എടുക്കാൻ വന്ന പുള്ളി അവിടുത്തെ എൻട്രൻസിൻ്റെ MD ആയിരുന്നു. എന്താണെങ്കിലും നമുക്കെല്ലാം ഇതേപോലത്തെ ഒരു ഡീഫാൾട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ എൻജിനീയറിംഗ്, അല്ലെങ്കിൽ BCom, അല്ലെങ്കിൽ BBA, പിന്നെ കുറച്ച് കഴിവുള്ള പിള്ളേരാണെങ്കിൽ MBBS. ഇതേപോലെ എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു സമയത്ത് ഒരു പുതിയ സിറ്റിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മളും ചെയ്യുക എന്താ, ഏറ്റവും അടുത്തുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിലോട്ട് പോകാമെന്ന് തീരുമാനിക്കും. ഞങ്ങളും അതേപോലെ തൊട്ടടുത്തുള്ള പ്ലാനറ്റോറിയത്തിലോട്ടും അതിൻ്റെ അടുത്തുള്ളൊരു കത്തീഡ്രലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ടൂറിയത്തിൻ്റെ അങ്ങോട്ടേക്ക് കയറാനുള്ള ക്യൂ ആണെന്ന് തോന്നുന്നത്. കത്തീഡ്രലിലും ഇതേ ക്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പണി നിർത്തി പോകുന്നത്. കണ്ട 1 ക്യൂ പ്ലാനറ്റോറിയത്തിലോട്ടുള്ള ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ വി ആർ നോട്ട് ഗോയിങ് ടു പ്ലാനറ്റോറിയം, വി ആർ ഗോയിങ് ടു ചർച്ച്. ദാറ്റ് വേ. ഓ, കൊൽക്കത്തയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി തലയുയർത്തി നിൽക്കുന്ന ഈ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചറിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണമാണ്. ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച ഈ ദേവാലയത്തിൻ്റെ ഓരോ കൊത്തുപണികളിലും ഓരോ ഗ്ലാസ് ചിത്രങ്ങളിലും ഓരോ കാലഘട്ടത്തിൻ്റെ കഥയുണ്ട്. ഉള്ളിലോട്ട് കടന്നപ്പോൾ പുറത്തെ ബഹളങ്ങളെല്ലാം മാഞ്ഞുപോയി. ഒരു തരം ശാന്തിയും പ്രശാന്തതയും ഞങ്ങളെ പൊതിഞ്ഞു. ചില സ്ഥലങ്ങളുണ്ട്, അവ വെറും കെട്ടിടങ്ങളല്ല. അവൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെ നമ്മളോട് തന്നെ ചേർത്ത് നിർത്തും. പണ്ടെപ്പോഴോ ഹൃദയത്തിൽ നിന്നും മുറിഞ്ഞുപോയ അല്ലെങ്കിൽ വിട്ടുപോയൊരു ഭാഗത്തെ തിരിച്ചു കിട്ടുന്നത് പോലെ
ഇവിടെയും ഇതുപോലെയായിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എവിടെ പോകണമെന്നറിയാതെ നമ്മൾ നിന്നു പോയിട്ടുണ്ടാവും. ഈ തീരുമാനമെടുക്കാൻ കഴിയാതെ എങ്ങോട്ടെന്നില്ലാതെ അലങ്ങി തിരിഞ്ഞിട്ടുണ്ടാവും. ഈ കത്തീഡ്രലിൻ്റെ ശാന്തതയിൽ നിന്നപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ്. എവിടെയും എത്താതെ എങ്ങോട്ടെന്നില്ലാതെ നിൽക്കുമ്പോഴും ഒരു പ്രതീക്ഷ, ഒരു വെളിച്ചം എവിടെയെങ്കിലും നമ്മളെ കാത്തിരിപ്പുണ്ടാവും എന്നൊരു തോന്നൽ. ചിലപ്പോൾ നമ്മൾ തേടിയെത്തുന്ന ഉത്തരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതികളിൽ നമ്മളെ തേടിയെത്തും. ഈ കത്തീഡ്രൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ലക്ഷ്യമില്ലാതെ അലയുമ്പോഴും ചിലപ്പോൾ അതാണ് നമ്മുടെ യഥാർത്ഥ യാത്രയുടെ തുടക്കം. പ്രതീക്ഷയുടെ, സമാധാനത്തിൻ്റെ ഒരു തുണ്ട് വെളിച്ചം ഈ കത്തീഡ്രൽ ഞങ്ങളുടെ മനസ്സിൽ നിറച്ചു. പണ്ട് ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയോ അറിയാതെയാണ് ഞാനും കുസുവും ഈ കോച്ചിങ്ങിലെത്തുന്നത്. പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ. പക്ഷേ IIT എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് വരെ അതെന്താണെന്ന് വ്യക്തതയില്ലാതെ എഴുതിയ എനിക്കും കുസുവിനും അവസാനം IIT തന്നെ പോയി പഠിക്കാനുള്ള ഭാഗ്യം കിട്ടി. പണ്ട് വഴിതെറ്റിയാണ് അങ്ങോട്ട് വന്നതെങ്കിലും അവസാനം ഒരു വെളിച്ചം കണ്ടു. എന്ത് വൈബ്?